ഹോർമുസ് കടലിടുക്കിലുണ്ടായ ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാരനായ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇയാളുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യക്കാരന്റെ മരണം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റാണ് സ്ഥിരീകരിച്ചത്. ദുഃഖകരമായ സംഭവമാണിതെന്നും കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. കടലിലുണ്ടായ സംഭവത്തിൽ ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ കൊല്ലപ്പെട്ടതിൽ അനുശോചനമറിയിക്കുന്നു. കപ്പലുടമയുമായി കോൺസുലേറ്റ് ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുവരുന്നു. ഈ വിഷയത്തിൽ സാധ്യമായ എല്ലാ സഹായവും കോൺസുലേറ്റ് നൽകും. അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഔദ്യോഗിക സമൂഹമാധ്യമക്കുറിപ്പ്. യു.എസ്.-ഇറാൻ ഏറ്റുമുട്ടൽ സ്നേഹത്തല്ലെന്ന് ട്രംപ്. സിംഹം പല്ലുകാട്ടുന്നത് ചിരിക്കാനല്ലെന്ന് ഇറാൻ. ടെഹ്റാൻ, വാഷിംഗ്ടൺ. സമാധാന കരാറിനുമേൽ കരിനിഴൽ പടർത്തി ഹോർമുസിൽ യു.എസ്.-ഇറാൻ സൈന്യങ്ങളുടെ ഏറ്റുമുട്ടൽ. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടാങ്കറിനു നേരെ യു.എസ്. സൈന്യം ആക്രമണം നടത്തി. ഇറാനിലെ ഖ്വേഷം തുറമുഖത്തും ബന്ദർ അബ്ബാസ് തുറമുഖത്തുമായാണ് യു.എസ്. സൈന്യത്തിന്റെ ആക്രമണമുണ്ടായത്. ഇവിടെ നിന്നും സ്ഫോടന ശബ്ദമുണ്ടായതായും ഡ്രോൺ ആക്രമണങ്ങളുണ്ടായതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ സൈന്യവും തിരിച്ചടിച്ചു. 2 ഡ്രോണുകളെ ഇറാൻ സൈന്യം വെടിവെച്ചിട്ടതായും പറയുന്നു. യു.എസിന്റെ 3 നാവിക ഡിസ്ട്രോയർ കപ്പലുകളെ ലക്ഷ്യമിട്ടെത്തിയ ഇറാൻ കപ്പലുകൾ യു.എസ്. തകർത്തെന്ന് ഡൊണാൾഡ് ട്രംപ് പിന്നീട് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. അമേരിക്കയുടെ 3 ലോകോത്തര നാവിക ഡിസ്ട്രോയർ കപ്പലുകൾ വെടിവയ്പ്പിനിടയിലൂടെ വിജയകരമായി ഹോർമുസ് കടലിടുക്ക് കടന്നു. അമേരിക്കൻ കപ്പലുകൾക്കൊരു കേടുപാടുമുണ്ടായില്ല. എന്നാൽ ആക്രമിക്കാൻ വന്ന ഇറാൻ കപ്പലുകൾക്ക് സമ്പൂർണ്ണ നാശമുണ്ടായിട്ടുണ്ട്, ട്രംപ് കുറിച്ചു. അതേസമയം ഇറാനുമായി ഹോർമുസിലുണ്ടായ ഏറ്റുമുട്ടൽ ഒരു സ്നേഹത്തല്ലായിരുന്നെന്നും വെടിനിർത്തൽ കരാർ തുടരുമെന്നും ട്രംപ് എ.ബി.സി. ന്യൂസിനോട് പ്രതികരിച്ചു. എന്നാൽ ഹോർമുസിലേക്ക് വരികയായിരുന്ന ഒരെണ്ണക്കപ്പലിനെയും ഫുജൈറ തുറമുഖത്തിനു സമീപം വെച്ച് മറ്റൊരു കപ്പലിനെയും യു.എസ്. ആക്രമിച്ചതായി ഇറാൻ പറഞ്ഞു. ബന്ദർ ഖാമിർ, സിറിക്, ഖേഷം ദ്വീപ് എന്നിവയുടെ തീരപ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ചില രാജ്യങ്ങളുടെ പിന്തുണയോടെ യു.എസ്. ആക്രമണം നടത്തിയെന്നും യു.എസ്. സൈനിക വക്താവ് ആരോപിച്ചു. ഇറാനെ സിംഹത്തോടുപമിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഖെയി നടത്തി. സിംഹം പല്ലുകൂർപ്പിക്കുന്നതിനെ ചിരിയായി തെറ്റിദ്ധരിക്കരുത് എന്ന് ബാഖെയി പറഞ്ഞു. അതിനിടെ യു.എ.ഇയിൽ വീണ്ടും ഇറാന്റെ വ്യോമാക്രമണമുണ്ടായി. മിസൈൽ ആക്രമണം പ്രതിരോധിക്കുന്നതായി യു.എ.ഇ. പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്ത് തുടരാനും മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. ദത്തെടുത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 44 വർഷം കഠിന തടവും 1,04,000 രൂപ പിഴയും വിധിച്ചു. പെൺകുട്ടിയുടെ സഹോദരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 7 വർഷം തടവും 15,000 രൂപ പിഴയും വിധിച്ചു. ശിക്ഷ ഒന്നിച്ച് 25 വർഷം അനുഭവിച്ചാൽ മതി. കൂത്തുപറമ്പ് മാങ്ങാട്ടിടത്തെ ചെമ്മനപ്പറമ്പിൽ ശശികുമാറിനെയാണ് തലശ്ശേരി പോക്സോ കോടതി ജഡ്ജ് എം.ടി. ജലജാറാണി ശിക്ഷിച്ചത്. ഇയാളുടെ കൂടെ താമസിക്കുന്ന കേസിലെ 2ാം പ്രതിയായ സ്ത്രീയെ വെറുതെ വിട്ടു. 2016-ലാണ് കേസിനാസ്പദമായ സംഭവം. ശശികുമാറിന്റെ കൂടെ താമസിച്ചിരുന്ന സ്ത്രീ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു പീഡനം എന്നാണ് കേസ്. മുറിയിൽ പൂട്ടിയിട്ട് 3 ദിവസത്തോളം പീഡിപ്പിച്ചു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ കുട്ടി ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. ഇതിനിടെ കുട്ടി ഗർഭിണിയായി. ശശികുമാർ കൂടെ താമസിച്ചിരുന്ന സ്ത്രീയുടെ സഹായത്തോടെ ആശുപത്രിയിൽ വെച്ച് ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് കുട്ടിയെക്കൊണ്ട് കഠിനമായ ജോലി ചെയ്യിക്കുകയായിരുന്നു. വെട്ടുകല്ലെടുത്ത് വയറ്റിൽ വയ്ക്കുകയും ചെയ്തു. തുടർന്ന് രക്തസ്രാവമുണ്ടാവുകയും ഗർഭം അലസിപ്പോവുകയുമായിരുന്നു. ഈ കുട്ടിയുടെ കൂടെ അനാഥാലയത്തിലായിരുന്ന മറ്റൊരു കുട്ടിയും ഇതേ വീട്ടിൽ അവധിക്കാലത്ത് ഫോസ്റ്റർ കെയറായി വന്നു. ഈ കുട്ടിയോടാണ് പീഡനത്തിനിരയായ വിവരം പറഞ്ഞത്. ശശികുമാർ തന്നെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഫോസ്റ്റർ കെയറായി വന്ന കുട്ടി പറഞ്ഞു. പിന്നീട് ഫോസ്റ്റർ കെയറായ കുട്ടി അനാഥാലയത്തിൽ തിരിച്ചെത്തിയപ്പോൾ നടത്തിയ കൗൺസിലിംഗിലാണ് ഇക്കാര്യം പുറത്തു പറഞ്ഞത്. അനാഥാലയ അധികൃതർ വിവരം പോലീസിൽ അറിയിച്ചു. തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പീഡനത്തിനിരയായ കുട്ടികൾ സഹോദരികളാണെന്നും തിരിച്ചറിഞ്ഞു. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ അമ്മ ശിശുഭവനങ്ങളിൽ ഏൽപ്പിച്ചതായിരുന്നു. പിന്നീട് പലയിടങ്ങളിലായാണ് കുട്ടികൾ ജീവിച്ചത്. അതിനാൽ സഹോദരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. അന്തരിച്ച നടി ശ്രീദേവിയുടെ പേരിൽ ഇ.സി.ആറിലുള്ള സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ തർക്കത്തിൽ ഭർത്താവ് ബോണി കപൂരിനും മക്കൾക്കും ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസവിധി. ഭൂമിയിൽ അവകാശമുന്നയിച്ച് മുൻ ഉടമയുടെ കുടുംബാംഗങ്ങൾ ചെങ്കൽപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും ശ്രീദേവിയുടെ ബന്ധുക്കളാണ് സ്ഥലത്തിന്റെ യഥാർത്ഥ അവകാശികളെന്നും ഹൈക്കോടതി പറഞ്ഞു. ശ്രീദേവി 1988-ൽ വാങ്ങിയ 4.7 ഏക്കർ ഭൂമിയിൽ അവകാശമുണ്ടെന്നും വിഹിതം വേണം
വേണമെന്നാവശ്യപ്പെട്ടും മുന്നുടമയുടെ രണ്ടാം ഭാര്യയും 2 മക്കളുമാണ് ഹർജി നൽകിയത്. എന്നാൽ ചന്ദ്രശേഖരൻ ആദ്യ വിവാഹം വേർപെടുത്താതെയാണ് രണ്ടാം വിവാഹം ചെയ്തതെന്ന് ബോണി കപൂരും കുടുംബവും ചൂണ്ടിക്കാട്ടിയിരുന്നു. 1988-ലെ വിൽപ്പനരേഖ റദ്ദാക്കാൻ 2025-ൽ ആവശ്യമുന്നയിച്ചതിനെയും ചോദ്യം ചെയ്തിരുന്നു. പി. ജയരാജനെ പിന്തുണച്ച് ജില്ലയിൽ വീണ്ടും ഫ്ലെക്സ് ബോർഡ്. പാപ്പിനിശ്ശേരിയിലും ബ്ലാത്തൂരുമാണ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ബ്ലാത്തൂരിൽ സ്ഥാപിച്ച ബോർഡിൽ എം. സ്വരാജിന്റെ ചിത്രവുമുണ്ട്. പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയെ സ്നേഹിക്കുന്ന നേതാക്കളെയാണ്, അല്ലാതെ പാർട്ടിയെ ആവശ്യങ്ങൾക്കുപയോഗപ്പെടുത്തുന്ന നേതാക്കളെയല്ല. എല്ലാ നാട്ടിലെയും പാർട്ടി ഓർക്കണം, ഓർത്തുകൊണ്ടേയിരിക്കണം. ഇവർ നയിക്കട്ടെ, ഇവരാണുത്തമൻ എന്ന് ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നു. വാക്കുകളല്ല, വർത്തമാനകാലം ആവശ്യപ്പെടുന്നത് പ്രതിരോധത്തിന്റെ കരുത്താണ്. ആ കരുത്തായി PJ വരട്ടെ എന്നാണ് പാപ്പിനിശ്ശേരി സഖാക്കൾ എന്ന പേരിൽ സ്ഥാപിച്ച ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത്. പോസ്റ്ററുകൾ സ്ഥാപിക്കുന്നതിനെതിരെ പി. ജയരാജൻ രംഗത്തെത്തിയിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ തന്നെ പ്രകീർത്തിച്ചുകൊണ്ടും പാർട്ടി നേതൃത്വത്തിലുള്ള ചിലരെ ഇകഴ്ത്തിക്കൊണ്ടും നടത്തുന്ന പ്രചാരണങ്ങൾ അവസാനിപ്പിക്കുക, ഉൾപാർട്ടി ചർച്ചയെക്കുറിച്ച് CPM ഭരണഘടന അനുശാസിക്കുന്നത് പിന്തുടരുക എന്നാണ് ജയരാജൻ കുറിച്ചത്. തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട പിന്നാലെ ജില്ലയിൽ പലയിടത്തും പി. ജയരാജനു വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതേസമയം ഫ്ലെക്സ് സ്ഥാപിക്കുന്നതിനെ തള്ളി കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ രംഗത്തെത്തി. ബോർഡുകൾ സ്ഥാപിക്കുന്നത് പാർട്ടി ശത്രുക്കളാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. കോൺഗ്രസിനെ പോലെയാണ് CPM-ഉം എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ഈ മോഷണ സംഘത്തെ ഉത്തരേന്ത്യയിലെ കുറുവ സംഘമെന്ന് വിശേഷിപ്പിക്കാം. മധ്യപ്രദേശിലെ ഗുണയിൽ നിന്നുള്ള ഗോത്രവർഗമായ പർധി വിഭാഗത്തിൽപ്പെട്ടവരാണിവർ. 35 വത്തേയിലായി ഡൽഹി NCR-ലെ ജനവാസ മേഖലയിലുള്ളവരുടെ ഉറക്കം കെടുത്തിയിരുന്ന ഈ മോഷണ സംഘം വീണ്ടുമിറങ്ങി. മെയ് 1-ന് മാളവ്യ നഗറിലെ മണ്ഡൽ പാർക്കിൽ താമസിക്കുന്ന വ്യവസായി പ്രവീൺ കുമാറിന്റെ വീടാണ് ഇവർ കൊള്ളയടിച്ചത്. അടിവസ്ത്രം മാത്രം ധരിച്ചാണ് 6-അംഗ സംഘമെത്തിയത്. 3 പേർ താഴെ പാർക്കിൽ കാവൽ നിന്നു. 3 പേർ വീടിന്റെ ബാൽക്കണിയിലേക്ക് ചാടിക്കയറി വാതിൽ തകർത്തു. അകത്തുകയറി 4 മിനിറ്റിൽ പണവും മറ്റും കവർന്ന് സ്ഥലം വിട്ടു. പിറ്റേന്ന് നേരം പുലർന്നപ്പോഴാണ് പ്രവീണും കുടുംബവും മോഷണ വിവരം അറിയുന്നത്. അംബേദ്കർ നഗരിലെ ജഹാൻ പന്ന വനമേഖലയിൽ മോഷണ സംഘത്തെ കണ്ടെത്തിയെങ്കിലും സംഘം പോലീസിനു നേരെ വെടിവെച്ചു കടന്നുപോകാൻ ശ്രമിച്ചു. പോലീസ് തിരിച്ചു വെടിവെച്ചതോടെ കാക്കെ, ക്രിഷ്, ശിവ എന്നിവർ വെടിയേറ്റു വീണു. മറ്റു 3 പേരെ ഗുണയിലെ ഗ്രാമത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു. 2014-ൽ നേബ്സരയിലെ വ്യവസായിയുടെ വീട്ടിൽ നിന്നും 1.5 കോടി രൂപയുടെ ആഭരണങ്ങൾ കവർന്നതും കച്ചാ ബനിയൻ ഗ്യാങ്ങായിരുന്നു. ഇവരെ ഇതുവരെ പിടികൂടിയിട്ടില്ല. 1991-ൽ ലോധി കോളനിയിൽ മോഷണശ്രമത്തിനിടയിൽ 2 പേരെ കൊലപ്പെടുത്തിയതോടെയാണ് സംഘം കുപ്രസിദ്ധമായത്. 2014-ൽ നരേലയിൽ ഒരു 21 വയസ്സുകാരിയും ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 2022-ൽ ലോധി കോളനിയിൽ നടന്ന മോഷണത്തിനു പിന്നാലെ സംഘത്തിനായി പോലീസ് ഗുണയിൽ തിരച്ചിൽ നടത്തി. കച്ചാ ബനിയൻ ഗ്യാങ്ങിനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: പണത്തിനുവേണ്ടി മാത്രമല്ല അവർ മോഷ്ടിക്കുന്നത്, ഒരു കുലത്തൊഴിലു പോലെയാണത്. പലരുടെയും അച്ഛനും മുത്തശ്ശനുമൊക്കെ മോഷ്ടാക്കളായിരിക്കും. അടുത്ത ബന്ധുക്കൾ 7ഉം 8ഉം പേരുള്ള സംഘമായാണ് മോഷണത്തിനിറങ്ങുന്നത്. ഒരു ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള 15 സംഘങ്ങൾ വരെയുണ്ടാകും. കുലത്തൊഴിൽ പഠിപ്പിക്കുന്നതിനായി കുട്ടികളെയും ഒപ്പം കൂട്ടും. കോടികളുടെ മോഷണം നടത്തിയാലും ഇവർ ടെന്റുകളിൽ തന്നെയാണ് താമസിക്കുക. മദ്യപിച്ച് പണം തീരുമ്പോൾ നഗരങ്ങളിലേക്ക് മോഷണത്തിനിറങ്ങുന്നതാണ് രീതിയെന്ന് പോലീസ് പറയുന്നു. മോഷണത്തിനിടെ കൊലപാതകം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഇവർ പക്ഷേ തങ്ങളുടെ മുഖം ആരെങ്കിലും തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ ജീവനോടെ വെച്ചേക്കില്ല. മോഷണം മുതൽ പങ്കിടുന്നതിലും പ്രത്യേകതകളുണ്ട്. ആഭരണങ്ങൾ പങ്കിടില്ല. മോഷണത്തിനു ശേഷം ഗ്രാമത്തിലെത്തി ഉരുക്കിയ ശേഷം പങ്കിട്ടെടുക്കും. ഗുണയിലെ ഗ്രാമത്തിലെത്തി ഇവരെ പിടികൂടുക എളുപ്പമല്ല. ആയുധധാരികളായ ഗ്രാമവാസികൾ ശക്തമായി ചെറുത്തുനിൽക്കും. അപൂർവമായി സംഘമംഗങ്ങൾക്കിടയിലുണ്ടാകുന്ന ശത്രുത മുതലാക്കിയാണ് ഇവരെ പലപ്പോഴും വലയിലാക്കുന്നത്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള AICC നടപടികൾ, മന്ത്രിസഭാ രൂപീകരണം, വകുപ്പ് വിഭജനം എന്നിവയ്ക്ക് പിന്നാലെ KPCC DCC തലപ്പത്ത് അഴിച്ചുപണിക്ക് കോൺഗ്രസ്. KPCC അധ്യക്ഷ പദവിയിൽ മെയ് 12-ന് 1 വർഷം പൂർത്തിയാക്കുന്ന സണ്ണി ജോസഫ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്ന് ജയിച്ചിരുന്നു. പുതിയ മന്ത്രിസഭയിൽ അദ്ദേഹം ഇടം നേടുമെന്നാണ് സൂചന. ഇതോടെ പുതിയ KPCC അധ്യക്ഷനെ നിയോഗിക്കേണ്ടിവരും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിച്ചു വിജയിച്ച DCC പ്രസിഡന്റുമാരും ഇതോടൊപ്പം സംഘടനയുടെ ജില്ലാ ചുമതലകൾ ഒഴിയും. 7 DCC അധ്യക്ഷന്മാരാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത്. ഇതിൽ 5 പേർ ജയിച്ചു. കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ ഇതിനകം തന്നെ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജിസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം DCC അധ്യക്ഷൻ N. ശക്തൻ നെയ്യാറ്റിൻകരയിലും
കോട്ടയത്തെ നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിലും എറണാകുളത്തെ മുഹമ്മദ് ഷിയാസ് കൊച്ചിയിലും മലപ്പുറത്തെ ഡിസിസി അധ്യക്ഷൻ വി.എസ്. ജോയ് തവനൂരിലുമാണ് ജയിച്ചത്. അതേസമയം പാലക്കാട് ഡിസിസി അധ്യക്ഷൻ എ. തങ്കപ്പൻ നെന്മാറ മണ്ഡലത്തിൽ എൽഡിഎഫിന്റെ കെ. പ്രേമനോട് പരാജയപ്പെടുകയായിരുന്നു. സതീഷ് കൊച്ചുപറമ്പിൽ പത്തനംതിട്ട കോന്നിയിൽ എൽഡിഎഫിന്റെ കെ.യു. ജനീഷ് കുമാറിനോടും പരാജയപ്പെട്ടു. വിജയിച്ച ഡിസിസി അധ്യക്ഷന്മാർക്കൊപ്പം ഡിസിസി തലത്തിലും സമഗ്രമായ പുനഃസംഘടനയ്ക്ക് സാധ്യതയുണ്ട്. ഡിസിസി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് ഇതിനകം തന്നെ ചരടുവലികൾ ആരംഭിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെച്ച ചില ജില്ലകളിലെ അധ്യക്ഷന്മാരെ നിലനിർത്തണമെന്ന ആവശ്യവും പാർട്ടിയിൽ ഉയരുന്നുണ്ട്. എഐസിസി നിരീക്ഷകരുടെ റിപ്പോർട്ട് പരിശോധിച്ച് മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് ഞായറാഴ്ചയോടെ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കും. ഇതിനു പിന്നാലെ ഡിസിസി അഴിച്ചുപണി സംബന്ധിച്ച ചർച്ചകളിലേക്കും പാർട്ടി കടക്കുമെന്നാണ് സൂചന. കെപിസിസി പ്രസിഡന്റ് പദവിയിലേക്ക് ബെന്നി ബഹനാൻ എത്തുമെന്നാണ് സൂചന. മുൻ യുഡിഎഫ് കൺവീനർ എന്ന നിലയിൽ പാർട്ടിക്കുള്ളിലും ഘടകകക്ഷി നേതാക്കൾക്കിടയിലും മികച്ച ബന്ധം സൂക്ഷിക്കുന്ന അദ്ദേഹം സണ്ണി ജോസഫിന് പകരക്കാരനാകുമ്പോൾ സാമുദായിക സമവാക്യവും നിലനിർത്താനാകുമെന്നാണ് പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി മുന്നോട്ടുപോയ സർക്കാരിന് തുടർഭരണം പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇതെന്തുകൊണ്ട് സാധ്യമായില്ല എന്ന പ്രശ്നം വിശദമായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു. വന്ന പോരായ്മകളെ സംബന്ധിച്ച് വിമർശനപരവും സ്വയം വിമർശനപരവുമായ ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായി. ഏതെങ്കിലും വ്യക്തികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളായിരുന്നില്ല ഉയർന്നുവന്നത്. വന്ന പോരായ്മകൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ശരിയായ പരിശോധന നടത്തി മുന്നോട്ടു പോയാൽ ഈ പരാജയത്തെ അതിജീവിക്കാൻ കഴിയുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അതേസമയം ഇത്തരം തീരുമാനങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് ചിലർ നടത്തുന്നതെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതിനാൽ തമിഴ്നാട് സർക്കാർ രൂപീകരണം പ്രതിസന്ധിയിലായിരിക്കവേ നിർണായക നീക്കങ്ങൾക്കായി കളത്തിലിറങ്ങി രജനീകാന്തും മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയും. ഇന്നലെ സ്റ്റാലിന്റെ വീട്ടിലെത്തി തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ആശ്വസിപ്പിച്ച രജനി കളത്തിൽ സജീവമാണ്. മുതിർന്ന ഡിഎംകെ നേതാവ് രജനിയുടെ വീട്ടിലെത്തി കാണുകയായിരുന്നു. മുൻ മന്ത്രി ഇ.വി. വേലുവാണ് പോയസ് ഗാർഡനിലെ വീട്ടിലെത്തി രജനിയെ കണ്ടത്. സ്റ്റാലിന്റെ വ്യക്തമായ സന്ദേശവുമായാണോ ഇദ്ദേഹം എത്തിയത് എന്നതാണ് അറിയാനുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വിജയിയെ രജനി പരസ്യമായി എതിർത്തിരുന്നു. അതിനിടെ മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഗവർണറെ കാണാൻ തീരുമാനിച്ചതും അഭ്യൂഹങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവിശ്വസനീയമായ നീക്കങ്ങൾക്കൊടുവിൽ ഡിഎംകെ കോൺഗ്രസ് സഖ്യം ഔദ്യോഗികമായി പിരിഞ്ഞു. നടൻ വിജയുടെ തമിഴര വെട്രി കഴകവുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിന് പിന്നാലെ ദേശീയ തലത്തിലുള്ള ഇന്ത്യാ മുന്നണി തന്നെ ഇല്ലാതായെന്ന് ഡിഎംകെ പ്രഖ്യാപിച്ചു. ദീർഘകാല സുഹൃത്തായ ഡിഎംകെയെ കോൺഗ്രസ് വഞ്ചിച്ചുവെന്ന് മുതിർന്ന നേതാവ് ടി.കെ.എസ്. ഇളങ്കോവൻ തുറന്നടിച്ചു. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ 108 സീറ്റുകൾ നേടിയ വിജയുടെ പാർട്ടിക്ക് 5 എംഎൽഎമാരുള്ള കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചതാണ് സഖ്യം തകരാൻ കാരണം. കോൺഗ്രസിന്റെ ഈ കടുത്ത രാഷ്ട്രീയ മാറ്റത്തിനു പിന്നാലെ ഡിഎംകെ എംഎൽഎമാരുടെ അടിയന്തര യോഗം ചേർന്ന് 4 നിർണായക പ്രമേയങ്ങൾ പാസാക്കി. കോൺഗ്രസ് തങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയെന്നും പഴയ സ്വഭാവം അവർ ഇപ്പോഴും മാറ്റിയില്ല എന്നും പ്രമേയത്തിൽ പറയുന്നു. ബിജെപി ഇതര സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അതേ സമീപനമാണ് തമിഴ്നാട്ടിൽ ഡിഎംകെയോട് കോൺഗ്രസ് കാട്ടിയതെന്നും പ്രമേയത്തിൽ പാർട്ടി ആരോപിച്ചു. മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ യോഗം ചുമതലപ്പെടുത്തി. പശ്ചിമബംഗാൾ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട പരാജയത്തിനിടെ പാർട്ടി അധ്യക്ഷ മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. കൊൽക്കത്തയിലെ മമതയുടെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ആശ്വസിപ്പിച്ച അഖിലേഷ് മികച്ച പ്രകടനമാണ് നടത്തിയതെന്നും പറഞ്ഞു. മമതാ ബാനർജിയുടെ അനന്തരനായ അഭിഷേക് ബാനർജിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ദീദി, നിങ്ങൾ തോറ്റിട്ടില്ല. എത്ര പ്രശംസനീയമായ പോരാട്ടമാണ് നിങ്ങളെല്ലാവരും നടത്തിയതെന്ന് അഖിലേഷ് യാദവ് മമതാ ബാനർജിയോട് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബംഗാളിലെ സാഹചര്യവും ബിജെപിക്കെതിരായ പ്രതിരക്ഷ ഐക്യത്തിനുള്ള പിന്തുണയും സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായതാണ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് മമതാ ബാനർജി പറഞ്ഞിരുന്നു. ദില്ലിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ ഒരു കൂട്ടം പുരുഷന്മാർ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് ടിഎംസി എംപി മഹുവ മൊയ്ത്ര. ചോർ ചോർ, ടിഎംസി ചോർ, ജയ് ശ്രീറാം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചതിനുശേഷം ഉപദ്രവിച്ചതായി അവർ ആരോപിച്ചു. പാർലമെന്ററി പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുക്കാനായി കൊൽക്കത്തയിൽ നിന്ന് ദില്ലിയിലേക്ക് പോകുകയായിരുന്നു ഇൻഡിഗോ 619 വിമാനത്തിൽ 4 മുതൽ 6 വരെ പുരുഷന്മാർ തന്റെ നേരെ അതിക്രമിച്ചു കയറിയതായി മൊയ്ത്ര ആരോപിച്ചു.
സൗദി അറേബ്യയിലെ മക്കയിൽ താമസസ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ പുക ശ്വസിച്ച് മലയാളി മരിച്ചു. കാസർഗോഡ് സ്വദേശിയും മക്കയിലെ സജീവ KMCC പ്രവർത്തകനുമായ പി മുഹമ്മദ് കുഞ്ഞിയാണ് മരിച്ചത്. അസീസിയയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള താമസസ്ഥലത്തായിരുന്നു അപകടം. മുറിയിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ആളിപ്പടർന്ന പുക ശ്വസിച്ചതാണ് മരണം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മുഹമ്മദ് കുഞ്ഞിക്കൊപ്പം താമസിച്ചിരുന്ന 2 ബംഗ്ലാദേശി സ്വദേശികളും അപകടത്തിൽ മരിച്ചതായാണ് വിവരം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയും സംഘർഷ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മേഖലയിലെ സമാധാനവും സുരക്ഷയും മുൻനിർത്തി സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായി സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുള്ളയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും തമ്മിൽ ടെലിഫോണിൽ ആശയവിനിമയം നടത്തി. ബുധനാഴ്ച നടന്ന സംഭാഷണത്തിൽ മേഖലയിലെ നിലവിലെ പ്രാദേശിക രാഷ്ട്രീയ സുരക്ഷാ സ്ഥിതിഗതികൾ ഇരു നേതാക്കളും വിശദമായി വിലയിരുത്തി. ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷാവസ്ഥ ലഘൂകരിക്കാനും സമാധാനാന്തരീക്ഷം ഉറപ്പു നൽകാനുമുള്ള പ്രായോഗിക നയതന്ത്ര നീക്കങ്ങൾക്കാണ് ചർച്ചയിൽ പ്രാധാന്യം നൽകിയത്. മേഖലയിൽ സുസ്ഥിരമായ സുരക്ഷാ സാഹചര്യം ഒരുക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏകോപനവും സഹകരണവും വരും ദിവസങ്ങളിൽ തുടരണമെന്ന കാര്യത്തിൽ മന്ത്രിമാർ ധാരണയിലെത്തി. മേഖലയിലെ സമാധാനത്തിന് വെല്ലുവിളിയാകുന്ന സങ്കീർണമായ വിഷയങ്ങളെ നയതന്ത്ര തലത്തിൽ സംയുക്തമായി നേരിടാനുള്ള സൗദി അറേബ്യയുടെയും ഇറാനിന്റെയും ക്രിയാത്മകമായ ശ്രമങ്ങളുടെ തുടർച്ചയായാണ് ഈ നീക്കത്തെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാൻ മിഡിൽ ഈസ്റ്റിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ ഭരണകൂടം നേരത്തെ അവകാശപ്പെട്ടതിനേക്കാൾ ഗുരുതരമാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയതു മുതൽ 15 US സൈനിക സൈറ്റുകളിലായി കുറഞ്ഞത് 228 നിർമ്മിതികളും ഉപകരണങ്ങളും തകർന്നതോ കേടുപാടുകൾ സംഭവിച്ചതോ ആണ്. ഹാങ്കറുകൾ, ബാരക്കുകൾ, ഇന്ധന ഡിപ്പോകൾ, വിമാനങ്ങൾ, നിർണായക റഡാർ വാർത്താവിനിമയ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. യുദ്ധം ആരംഭിച്ച ശേഷം മിഡിൽ ഈസ്റ്റിലുടനീളം നടന്ന ഇറാനിയൻ ആക്രമണങ്ങളിൽ 7 US സർവീസ് വ്യക്തികൾ കൊല്ലപ്പെടുകയും 600 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ട സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റ് പരിശോധിച്ച് യൂറോപ്യൻ യൂണിയന്റെയും പ്ലാനറ്റ് ലാബിന്റെയും ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് അവ ആധികാരികമാണെന്ന് സ്ഥിരീകരിച്ചു. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സൈറ്റും ബഹ്റൈനിലെ US നേവിയുടെ 5ാം കപ്പൽപ്പടയിലെ സാറ്റലൈറ്റ് ഡിഷും കുവൈറ്റിലെ ക്യാമ്പ് ബ്യൂറിംഗിലെ പവർ പ്ലാന്റും ആക്രമിക്കപ്പെട്ടവയാണ്. ജോർദാനിലും UAEയിലുമുള്ള താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇറാൻ അവകാശപ്പെടുന്നു. ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ അതികൃത്യതയുള്ളതായിരുന്നു. യാദൃച്ഛികമായി വീണ മിസൈലുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ആധുനിക ഡ്രോൺ യുദ്ധമുറകളോട് പൊരുത്തപ്പെടുന്നതിൽ അമേരിക്കൻ സൈന്യത്തിന് സംഭവിച്ച പിഴവുകളും ചില താവളങ്ങളിലെ സുരക്ഷാ കുറവുകളുമാണ് നാശനഷ്ടങ്ങൾ ഇത്രയധികം വർദ്ധിക്കാൻ കാരണമെന്നും അവർ വിലയിരുത്തുന്നു. വാർത്തകൾ പുറത്തുവരുന്നത് നിയന്ത്രിക്കാൻ US സർക്കാർ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ യൂണിയനും തമ്മിലെ തീരുവപ്പോര് പുതിയ തലത്തിലേക്ക്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലെയനുമായി ടെലിഫോണിൽ സംസാരിച്ച ട്രംപ് പിന്നാലെ കടുത്ത ഭീഷണി ഉയർത്തി. USുമായി ഏകദേശ ധാരണയിലെത്തിയ വ്യാപാര കരാറിൽ ജൂലൈ 4-നകം ഒപ്പുവച്ചില്ലെങ്കിൽ തീരുവ കുത്തനെ കൂട്ടുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാൻ വിഷയമാണ് ഉർസുലയുമായി ട്രംപ് ഫോണിൽ ആദ്യം സംസാരിച്ചത്. ഇറാനെ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉർസുലയും താനും ഉറച്ചുനിൽക്കുന്നതായി ട്രംപ് പറഞ്ഞു. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. സ്കോട്ട്ലൻഡിൽ വെച്ച് ധാരണയിലെത്തിയ ഡീൽ എക്കാലത്തെയും വലിയ ഡീൽ. അത് യാഥാർത്ഥ്യമാകണം. US ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 0 അവർ വാക്ക് തന്നിരുന്നു. അത് പാലിക്കണം, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. USന്റെ 250ാം സ്വാതന്ത്ര്യദിനാഘോഷം ജൂലൈ 4 വരെ യൂറോപ്യൻ യൂണിയന് സമയം അനുവദിച്ചെന്ന് പറഞ്ഞ ട്രംപ് വാക്ക് പാലിച്ചില്ലെങ്കിൽ തീരുവ കുത്തനെ കൂട്ടുമെന്നും പറഞ്ഞു. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് USലെത്തുന്ന കാറുകൾക്കും ട്രക്കുകൾക്കും 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹവും ഉർസുലയും തമ്മിൽ ഫോണിൽ ചർച്ചയും നടന്നത്. USുമായുള്ള ഡീൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്ന് ഉർസുല ഫോൺ ഡെർ ലെയൻ എക്സിൽ പ്രതികരിച്ചു. ട്രംപ് ലോകരാജ്യങ്ങൾക്കുമേൽ പ്രഖ്യാപിച്ച പകരം തീരുവ US സുപ്രീം കോടതി അസാധുവാക്കുകയും ഇതിനകം വാങ്ങിയ തീരുവയെല്ലാം അതത് കമ്പനികൾക്ക് റീഫണ്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. തൊട്ടുപിന്നാലെ എല്ലാ രാജ്യങ്ങൾക്കും മേൽ ട്രംപ് 10% ഏകീകൃത തീരുവ പ്രഖ്യാപിച്ചതും ഇന്നലെ കോടതി അസാധുവാക്കിയത് അദ്ദേഹത്തിന് കനത്ത അടിയായിട്ടുണ്ട്. എന്നാൽ ഇതിനു പിന്നാലെയാണ് ട്രംപ് യൂറോപ്യൻ യൂണിയനെതിരെ തീരുവ ഭീഷണിയുമായി എത്തിയതെന്നതും ശ്രദ്ധേയം.
ട്രംപ് വീണ്ടും തീരുവപ്പോരിന് കളമൊരുക്കിയതോടെ യൂറോപ്യൻ ഓഹരികൾ നഷ്ടത്തിലായി. പാൻ യൂറോപ്യൻ ഓഹരി സൂചികയായ സ്റ്റോക്സ് 600 വ്യാപാരം ചെയ്യുന്നത് 0.8% നഷ്ടത്തിൽ. FTSE 100 സൂചിക 0.17%, ജർമ്മനിയുടെ ഡാക്സ് 0.84% എന്നിങ്ങനെയും താഴുന്നു. MLA-മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും അടക്കം വ്യാജരേഖകൾ ചമച്ച് അവയവദാനത്തിന്റെ മറവിൽ അവയവ കച്ചവടം നടത്തുന്ന വൻ റാക്കറ്റിനെ കണ്ടെത്തി പോലീസ്. റാക്കറ്റിന്റെ സൂത്രധാരനായ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബ് കല്ലട്ര ഒളിവിലാണ്. ഇയാളുടെ ഭാര്യ റഷീദ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് വിവരം. വ്യാജരേഖകൾ തയ്യാറാക്കാൻ ഇവരെ സഹായിച്ച കുറ്റത്തിന് കുന്നത്തുനാട് പള്ളിക്കരയിലെ ഒരു സ്റ്റുഡിയോയുടെയും കമ്പ്യൂട്ടർ സെന്ററിന്റെയും നടത്തിപ്പുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാവിലെ മുതൽ കുന്നത്തുനാട് തടിയിട്ടപ്പറമ്പ് അമ്പലമേട് പോലീസ് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനകൾ ഇന്ന് രാവിലെയാണ് അവസാനിച്ചത്. ഇതിനു പുറമെ 5 ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരുന്ന വമ്പൻ അവയവ കച്ചവടത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. കുന്നത്തുനാട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസുകൾ അനുസരിച്ച് നജീബ് കല്ലട്രയാണ് കേസിലെ 1-ാം പ്രതി. ഇവർ കൊച്ചി കേന്ദ്രീകരിച്ച് കല്ലട്ര മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ചികിത്സ വേണ്ടവർക്ക് പ്രമുഖ ആശുപത്രികളുമായി ബന്ധപ്പെടുത്തി കൊടുക്കുന്ന ഇടനിലക്കാരുടെ ജോലിയാണ് തങ്ങൾക്കെന്നാണ് ഇവർ അവകാശപ്പെട്ടിരുന്നത്. ആലുവ എടത്തലയിലാണ് സ്ഥാപനത്തിന്റെ ഓഫീസായി കാണിച്ചിരുന്നത്. ഒറ്റമുറിയാണിതെന്ന് പോലീസ് കണ്ടെത്തി. പൂട്ടുപൊളിച്ച് ഇന്നലെ അവിടെ പരിശോധന നടത്തി. ഈ സ്ഥാപനത്തിന്റെ മറവിൽ യഥാർത്ഥത്തിൽ നടന്നിരുന്നത് അവയവ കച്ചവടമാണെന്നാണ് പോലീസ് പറയുന്നത്. സാധാരണഗതിയിൽ അവയവങ്ങൾ അടുത്ത ബന്ധുക്കൾക്കാണ് ഒരാൾക്ക് ദാനമായി നൽകാനാവുക. അങ്ങനെയല്ലാത്ത സാഹചര്യത്തിൽ ദാതാക്കളെ കണ്ടെത്തി അവയവം സ്വീകരിക്കും. ചിലർ ഇതിനായി പണവും നൽകും. ഇതിനായി ദാതാവ് അടുത്ത ബന്ധുവാണെന്ന് കാണിക്കാൻ വ്യാജരേഖകൾ ചമയ്ക്കുകയാണ് ചെയ്യുന്നത്. വ്യാജ ആധാർ, തിരിച്ചറിയൽ കാർഡുകൾ, ജനപ്രതിനിധികളുടെ ശുപാർശ കത്തുകൾ, അവരുടെ ലെറ്റർ പാഡുകൾ, സീലുകൾ, ഒപ്പ് ഇവയെല്ലാം വ്യാജമായി നിർമ്മിച്ചായിരിക്കും അവയവദാനത്തിന് അനുമതി ലഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകുക. കുടുംബവഴക്കിനെ തുടർന്ന് റഷീദ തന്നെയാണ് തങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് പോലീസിനെ അറിയിച്ചതെന്നും അതല്ല പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ആരംഭിക്കുകയായിരുന്നു എന്നും വ്യത്യസ്ത വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. കിഴക്കമ്പലത്തിനടുത്തുള്ള പള്ളിക്കര കേന്ദ്രീകരിച്ചാണ് വ്യാജരേഖകളുടെ നിർമ്മാണം നടക്കുന്നതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നത്തുനാട് പോലീസ് ഇന്നലെ രാവിലെ 2 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. സൺ കമ്മ്യൂണിക്കേഷൻസിന്റെ നടത്തിപ്പുകാരായ സണ്ണി വർഗീസ്, സിനി വർഗീസ്, HD ഡിജിറ്റൽ സ്റ്റുഡിയോ ജീവനക്കാരൻ സനോജ് KP എന്നിവരെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. ആസിഫ് എന്ന മറ്റൊരാൾ കൂടി പ്രതിപട്ടികയിലുണ്ട്. വ്യാജരേഖകൾ തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ നജീബ് വാട്സാപ്പ് വഴി നൽകിയിരുന്നുവെന്നും ഇതുപയോഗിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കി നൽകുകയാണിവർ ചെയ്തിരുന്നതെന്നും പോലീസ് പറയുന്നു. ഇതിനായി ഇവർ പണവും വാങ്ങിയിരുന്നുവെന്നും പോലീസ് പറയുന്നു. നജീബും ഭാര്യയും താമസിച്ചിരുന്ന കരിമുകൾ പോത്തനാംപറമ്പിലെ ഫ്ളാറ്റിലെ പരിശോധന ഇന്ന് രാവിലെയാണ് അവസാനിച്ചത്. ആഡംബര ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത്.